നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹെക്സിൻ്റെ NLP സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ കുറേ എപ്പിസോഡ്സ് കണ്ടു. NLPയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനിയുള്ള ചോദ്യം, NLP എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും മൊത്തം ഒരു അവിയൽ പരുവത്തിലായിരിക്കും നിങ്ങൾക്ക് ഇരിക്കുന്നത് എങ്കിൽ ഈ വീഡിയോയിലൂടെ അത് പറയാം. NLP എന്താണ് ചെയ്യുന്നത്? കാരണം നമ്മൾ അത്യാവശ്യം പ്രീസപ്പോസിഷൻസ് എന്താ, NLPയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് NLP എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇനി കൂടുതൽ ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോവുകയാണ്. NLP എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെയും പ്രധാനമായ കാര്യം ഒരു സെൽഫ് ഡെവലപ്മെൻറ്റും ചേഞ്ചും കൊണ്ടുവരും എന്നാണ്. നമ്മളിൽ സ്വയം ഒരു മാറ്റം ഉണ്ടാക്കും, പിന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും. ഇതാണ് NLP ഫണ്ടമെൻ്റലി ചെയ്യുന്ന കാര്യം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിന് പല മെത്തേഡ്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ആകണമെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മൾ വരുത്തേണ്ട ഘടകങ്ങൾ, ഒന്ന് ഈ സെൽഫ് ഡെവലപ്മെൻറ്റും ചേഞ്ചും വേണമെങ്കിൽ നമ്മൾ ആദ്യം കോൺഗ്രുവൻസി ബിൽഡ് ചെയ്യണം. കോൺഗ്രുവൻസി എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കോൺഗ്രുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മാറ്റം വരുത്താൻ വേണ്ട കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതാണ് ആ കോൺഗ്രുവൻസി. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ആ അവസ്ഥ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. രണ്ടാമത്, നമ്മുടെ റിലേഷൻഷിപ്സ് വളരെ നന്നാവും. കാരണം ഈ NLPയിലൂടെ നമ്മൾ ആ സെൽഫ് ഡെവലപ്മെൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ ചേഞ്ചിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ റിലേഷൻഷിപ്സ് നന്നാവും. അതെങ്ങനെയാണ്? ട്രസ്റ്റും മ്യൂച്വൽ ഇൻഫ്ലുവൻസും നന്നാകുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ളവരിലുള്ളതും ബാക്കിയുള്ളവർക്ക് നമ്മളിലുള്ള ട്രസ്റ്റ് കൂടും, വിശ്വാസം കൂടും. നമ്മൾ ഒരു നല്ല ഇൻഫ്ലുവൻസറായി മാറും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആൾക്കാർക്ക് അത് പറഞ്ഞ് കേട്ടിരിക്കാൻ തോന്നും. മൂന്നാമത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട റിസോഴ്സസ് നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന്. ആ റിസോഴ്സസിനെ അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. അതിലൂടെ നമുക്ക് ഒരുപാട് സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു. NLP ചെയ്യുന്നത് NLPയിൽ ഈ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാകുന്നത് ഇത് NLPയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരുപാട് പാറ്റേൺസും ടെക്നിക്സും അല്ലെങ്കിൽ ഇതിനുള്ള കോമ്പിനേഷൻസും ഇതിനുള്ള ലേണിങ്സും ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ അച്ചീവ്മെൻറ്റിലേക്ക് വരുന്നത്, ഫണ്ടമെൻ്റൽ സ്റ്റേറ്റിലേക്ക് വരുന്നത്. അതിൽ ആ സെൽഫ് ഡെവലപ്മെൻറ്റും ചേഞ്ചുമാണ് ആത്യന്തികമായി നമ്മൾ അനുഭവിക്കുന്നത്, NLPയിലൂടെ അനുഭവിക്കുന്നത്. അത് പക്ഷേ അവിടെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഏതൊരു സാധനവും നമുക്ക് രണ്ട് കാര്യത്തിനായി ഉപയോഗിക്കാം. ഏതൊരു സാധനവും നമുക്ക് ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്താൻ ഉപയോഗിക്കാം. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ കത്തി കൊണ്ട് ഒരാളെ കുത്താൻ ഉപയോഗിക്കാം, കറിക്കരിയാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മളുടെ റിസൾട്ട്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന റിസൾട്ട്സ് എക്കോളജിക്കലി റൈറ്റ് ആയിരിക്കണം. എക്കോളജിക്കലി കറക്റ്റ് ആണെങ്കിലേ NLP കൊണ്ട് അതിന് പ്രയോജനമുണ്ടാവുള്ളൂ. എക്കോളജി എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും വീഡിയോകളിൽ കാണും. എക്കോളജിക്കലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ വിചാരിക്കാൻ. നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും, പുതിയ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റും ചേഞ്ചും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് എന്താണ്? ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള സ്റ്റേജിലാണ് നമ്മൾ ഇതിന് ശേഷം എത്തുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ മുറിവൈദ്യം ചെയ്യുന്ന പോലെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെന്ന് ചാടരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അവർ എയർ ഹോസ്റ്റസ് ആദ്യം വന്നിട്ട് പറയും, ഒരു ആവശ്യം വരികയാണെങ്കിൽ ഓക്സിജൻ മാസ്ക് നിങ്ങളുടെ സീറ്റിനടിയിലുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് വരും. ആ കിറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുക. അങ്ങനെയാണ് ആദ്യം എയർ ഹോസ്റ്റസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ റിസോഴ്സ്ഫുൾ ആയെങ്കിൽ, നമ്മൾക്ക് അതിന് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായി നമ്മൾ ആദ്യം സ്വയം ഹെൽപ്പ് ചെയ്യുക, അതിനുശേഷം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുക.
പക്ഷേ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ കൂട്ടത്തിൽ തന്നെയുള്ളതാണ്. ഇതാണ് NLP എന്താണ് ചെയ്യുന്നതെന്ന് വളരെ ചുരുക്കമായി പറയുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ. നമുക്ക് മനസ്സിലായി NLP എന്ത് ചെയ്യുമെന്ന് മനസ്സിലായി. ആ വരുന്ന മാറ്റത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആ മാറ്റം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പുതിയ ഇൻഫർമേഷൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. ബൈ ബൈ.